അതാണ്. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, ഇവിടെ തൻ്റെ സഹോദരനെ പോലെയാണ് എന്ന് ശ്രീലേഖ പറയുന്നുണ്ട്. മകന്റെ കല്യാണം മണ്ഡപത്തിൽ നിന്ന് നടത്തിക്കൊടുത്ത വ്യക്തിയാണ് പ്രശാന്ത് എന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ CPM തിരിച്ചു പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സിൽ ഷമ്മിയോട് പറയുന്ന ഡയലോഗാണ്, ഏത് ടൈപ്പ് സഹോദരിയാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. അതായത് ഞാനിവിടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീലേഖയെ തന്നെ ഞാൻ കുറ്റം പറയുന്നു. കാരണം ഈ സഹോദര തുല്യൻ വർഷങ്ങളായിട്ടുള്ള ബന്ധം, ആ ഒരു സൗഹൃദത്തിന്റെയും ബന്ധത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. അതിനൊരു ഔദ്യോഗിക മാനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോർമാലിറ്റീസോ ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന അവരുടെ ആ തെറ്റിദ്ധാരണയാണ് ഇതിന് മുഴുവനും പ്രശ്നമായത്. എത്ര വലിയ സുഹൃത്തായാലും സഹോദരനാണെങ്കിലും സംസാരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിനോടാകണം എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാവണമായിരുന്നു. അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയുള്ളവന്മാരോട് സംസാരിക്കുമ്പോൾ അത് ഈ ആരുമായിക്കോട്ടെ, ഒരു സംസാരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിനോടാണെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കട്ടെ, തീർച്ചയായിട്ടും ആ കോൾ റെക്കോർഡ് ചെയ്യുകയും വേണം. കാര്യം ഇവറ്റകളുടെ മനസ്സിൽ ചതി മാത്രമേ ഉള്ളൂ. ഇത്രയും കാലത്തെ ഒരു ബന്ധത്തിൽ അവര് എത്ര ശ്രീലേഖ വന്നത് ഇവിടെ ഇന്ന് ഈ സുരേഷ് കുമാർ ഇവിടെ കിടന്ന് പറഞ്ഞു ശ്രീലേഖ എന്ന് പറയട്ടെ. അവര് മാധ്യമങ്ങളുടെ മുമ്പിലില്ല എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞത്. നമുക്കതിൻ്റെ അകത്ത് 100% അതിൻ്റെ അകത്ത് വിശ്വസിക്കാവുന്ന കാര്യങ്ങളെ അതിൻ്റെ അകത്തുള്ളൂ. അതായത് എന്നാൽ അതേസമയം ഇന്ന് നാളെ ഇവിടുന്ന് കൂടും മുടുക്കി എടുത്തോണ്ട് ഇറങ്ങിക്കോണം എന്നാണ് ശ്രീലേഖ പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഇങ്ങനെ ഒരു അസൗകര്യമുണ്ട്, എനിക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്, നിങ്ങൾ പെട്ടെന്നൊന്നും വേണ്ട, സമയം എടുത്ത് ചെയ്തോളൂ, ടേക്ക് യുവർ ഓൺ ടൈം എന്നാണ് ആ സ്ത്രീ അവർ പറഞ്ഞത്. ശരി മാഡം, നമുക്ക് ചെയ്യാമല്ലോ, എന്തായാലും ഇപ്പം അസംബ്ലി ഇലക്ഷൻ MLA കാലാവധി കഴിയാൻ പോവാണ്, 2-3 മാസമേ ഉള്ളൂ, നമുക്ക് അതുവരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്ന ഒരു തിരിച്ചുള്ളൊരു വർത്തമാനത്തിൻ്റെ അത് കഴിയുന്ന കാര്യമാണിത്. അവിടെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ സാധ്യത, ഒരു മുതലെടുപ്പ് സാധ്യത മണത്ത് ആ ഒരു കഴുകന്റെ കുറുക്കൻ പ്രശാന്ത് എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ കുറുക്കൻ ബുദ്ധിയിൽ നിന്നുണ്ടായ ഒരു വിവാദ സാധ്യത ഇവിടെ മുതലെടുക്കുകയാണ് ചെയ്തത്. ഇതാണ് അതിന്റെ. അത് മനസ്സിലാക്കുന്നതിൽ ഇത് എത്ര വലിയ അടുപ്പമുള്ള ആളാന്ന് പറഞ്ഞാലും ശരി, സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റിനോടാണോ അവൻ ചതിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധ്യം ഇപ്പോഴെങ്കിലും മാഡത്തിന് ഉണ്ടായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഈ മേയർ ശ്രീ രാജേഷ് നടത്തിയ ഒരു പത്രസമ്മേളനത്തില് അന്ന് ആദ്യം അതിന് പുറകെ നടത്തിയ അതിൻ്റെ അകത്ത് കണ്ടിരുന്നു. കാര്യം ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള ഈ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ വാടകയുടെ ഒന്ന് ആലോചിച്ച് നോക്കണം. 350-400 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ കെട്ടിടം, ആ സ്പേസ് ഈ ഇവര് പ്രശാന്ത് വാടകയ്ക്ക് എടുക്കുന്ന മാസം കൊടുക്കുന്നത് 700 രൂപയാണ്. മാസം മിനിമം 15,000-20,000 രൂപ വാടക കിട്ടേണ്ട സ്ഥലം. ഇനി വേറൊരു കാര്യം കൂടെ, MLA ഈ മനുഷ്യൻ, ഈ MLA എന്ന് പറയുന്ന വ്യക്തികള്, MLA എന്ന് പറയുന്ന വാടക ഇനത്തിൽ മാസം 25,000 രൂപ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ടാണ് ഈ വൃത്തികേട് കാണിക്കുന്നത് എന്നും കൂടെ ആലോചിക്കണം. എന്തായാലും ഇങ്ങനൊരു വിവാദം ഉണ്ടായത് വളരെ നന്നായി. ഒരു MLA സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പൊതുജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് വാരിയെടുക്കുന്നത് എന്തുമാത്രമാണ്. ഈ വാടക എന്നും പറഞ്ഞുകൊണ്ട് മേടിക്കുന്ന ഈ കാശ് കൊണ്ടുപോയി പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ 700 രൂപ കൊടുത്ത് ഈ 10-400 സ്ക്വയർ ഫീറ്റ് എടുത്തിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം പുറത്തേക്ക് വരട്ടെ. തങ്ങളുടെ MLA ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ യുവമാരൊക്കെ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയുന്നതിലും ജനങ്ങളുടെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയമാക്കുന്നതിലും ഈ സംഭവം വളരെ ഉപകരിച്ചു. അക്കാര്യത്തിൽ പ്രശാന്തിനോട് നന്ദി പറഞ്ഞേ പറ്റൂ. എന്തായാലും ഇപ്പം ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ. ശരി മേഡം, നമുക്ക് എന്താ ആലോചിക്കാം, എന്തായാലും 2-3 മാസം കൂടെ അല്ലേ ഉള്ളൂ, മാർച്ചിൽ കഴിയുമല്ലോ, ഇലക്ഷൻ വരികയല്ലേ, നമുക്ക് ചെയ്യാം. അവിടെ തീരില്ലേ രേണു ഈ പ്രശ്നം? അവിടെ തീരുമാനിക്കുന്ന പ്രശ്നമല്ലേ ഇത്? അതിന് പകരം ഈ കാണിച്ച വൃത്തികേട്, അതായത് പറഞ്ഞത് ഈ ലോകത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അവന് സൗഹൃദങ്ങളില്ല, അവന് ബന്ധങ്ങളില്ല, അവന് ആരുമായിക്കോട്ടെ അവിടെ മുമ്പിൽ രാഷ്ട്രീയ സാധ്യത. പക്ഷേ ഷാബു പ്രസാദ്, ഇവിടെ നോക്കൂ, ഇവിടെ 7 വർഷമായി ഈ ഓഫീസ് ഈ നിലയിൽ പ്രവർത്തിക്കുകയാണ്. മധുസൂദനാണ് ഈ 5 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട്, അദ്ദേഹം BJP
യുടെ കൗൺസിലറായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഈ അസൗകര്യമുണ്ട്, ഞാൻ 6 മാസത്തോളം മാത്രമേ എനിക്ക് ഈ ഓഫീസ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി സമയം പുറത്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് ബിന്ദു അവിടെ കൗൺസിലറായിരുന്നു, അവരവിടെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ 7 വർഷമായി ഇങ്ങനെ ഉപയോഗിച്ച് വരുന്ന ഒരിടത്ത് പെട്ടെന്ന് ഇത്തരം ഒരു ആവശ്യം എങ്ങനെ വരുന്നു എന്നതൊരു ചോദ്യം. 2 വ്യക്തികൾ തമ്മിൽ നടന്ന സംഭാഷണമാണ്. അതിൽ എന്തായിരുന്നു അവരുടെ സംഭാഷണ ശൈലി എന്നത് നമുക്ക് വ്യക്തമായിട്ടില്ല. പുറത്തേക്ക് ആ ശബ്ദ സംഭാഷണം വന്നാൽ മാത്രമേ ഇത് ഭീഷണിയായിരുന്നോ, ആജ്ഞയായിരുന്നോ, പ്രതികാര നടപടി എന്ന നിലയിലുള്ള ഒഴിപ്പിക്കൽ ആണോ ലക്ഷ്യം വെച്ചത്, ബുൾഡോസർ രാജാണോ എന്നൊക്കെ നമുക്ക് അപ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക. അതിനപ്പുറം അതിലൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തുക സാധ്യമല്ല. പക്ഷേ 2 ഭാഗവും കേൾക്കുന്നു നമ്മൾ. അപ്പോൾ 7 വർഷമായി തുടർന്നു വന്നതിൽ ഈ ചുരുക്കം ദിവസം, വെറും 3 ദിവസമാകുന്നതേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്തിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആവശ്യം എങ്ങനെ വരുന്നു എന്നൊരു സംശയം ആർക്കായാലും ഉണ്ടാകും. അല്ല, നിങ്ങളെ മാധ്യമങ്ങൾ തന്നെ അവിടെ കൗൺസിലർ ഉപയോഗിച്ചിരുന്ന ഓഫീസ് കാണിച്ചല്ലോ. MLA-യുടെ ഓഫീസിന്റെ അകത്തൂടെ തിങ്ങി ഞെരുങ്ങി കയറി ടോയ്ലറ്റിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്ന ഫയലുകളും ഇത് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട കാര്യങ്ങളല്ലേ. ഇതിന് മുമ്പിരുന്ന കൗൺസിലർ അവിടെ വരാറില്ലായിരുന്നു. ഈ ഇവന്മാരുടെ തല്ലുകൂടാൻ വയ്യ. ഒന്നാമത്തെ കാര്യം അവര് കോർപ്പറേഷൻ ഭരിക്കുന്നവര് ഇവരുടെ തല്ല് എന്തെങ്കിലും കാണിക്കട്ട പണ്ടാരം എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി അങ്ങനെയുള്ള വീട് തന്നെ എടുത്തായിരുന്നു. അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ശ്രീലേഖ അതിന് തയ്യാറല്ല. ശ്രീലേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഓഫീസ് സ്പേസ് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഇത് അവർക്ക് വേണം. അത് ഈ രൂപത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് കഴിഞ്ഞാല് എങ്ങനെ അവർ ആ കക്കൂസിലിരുന്ന് വർക്ക് ചെയ്യണമെന്നാണോ അവർ പറയുന്നത്? ഇതിന് മുമ്പിരുന്നവരും കക്കൂസിലിരുന്നാണല്ലോ വർക്ക് ചെയ്തത്, നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനകത്തൊക്കെ എന്ത് ന്യായമാണ് രേണുവുള്ളത്? പിന്നെ ഈ പറഞ്ഞ പോലെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടില്ല. അവര് ഇന്നത്തെ ആ പത്രക്കാരോട് സംസാരിച്ച് പറഞ്ഞു, ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്യാറില്ല. അത് നമ്മൾ ട്രസ്റ്റ്ഫുൾ ആയിട്ട് സംസാരിക്കുകയാണ്, സൗഹൃദ സംഭാഷണമാണ്. അത് ഇതൊക്കെ ചെയ്തു വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈ തെളിവൊന്നുമില്ല. ഇനിയും പ്രശാന്ത് സംസാരിച്ചിട്ടുണ്ട്, പ്രശാന്ത് കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് പുറത്തു വിടട്ടെ. പക്ഷേ നമ്മളൊക്കെ മനുഷ്യർ, കോമൺ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരില്ലേ രേണുക? ഇത് കേട്ടാലും കണ്ടാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. തീർച്ചയായും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ പോരാട്ടമുഖം എന്തിൻ്റെ ആരംഭമാണ് എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ ഇപ്പോൾ 4 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം തകർത്തുകൊണ്ടാണ് കോർപ്പറേഷൻ NDA ഭരിക്കുന്നത്. ആ ഭരണം ആരംഭിക്കുന്ന ദിവസങ്ങളിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ കോൺട്രവേഴ്സി ഉടലെടുക്കുന്നത്. അതിൽ നിന്നൊട്ടും പിന്നോട്ടില്ല എന്ന സൂചന CPM നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിയമ പോരാട്ടമെങ്കിൽ നിയമ പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് അവർ അതിനെ എടുക്കുന്നത്. അതിനപ്പുറം BJPയുടെ അസഹിഷ്ണുത എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമായി കൂടി അവർ കാണുകയാണ്. ഇതിൽ എന്താണ് 2 വ്യക്തികൾക്കിടയിലെ സംഭാഷണം എന്നത് വ്യക്തമല്ല എന്നിരിക്കെ കോൺഗ്രസ് എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്? നിങ്ങൾ ആർക്കൊപ്പമാണ് തിരുവനന്തപുരത്തെ ഈ പോരെ?